ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇരു സമുദായങ്ങളുടെയും നേതൃത്വം ഇടത് സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് 6 മാസം ശേഷിക്കെയുള്ള ഈ നിലപാട് പ്രഖ്യാപനത്തിന് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മുന്നണികളോട് വർഷങ്ങളായി സ്വീകരിച്ചു വരുന്ന സമദൂര നയത്തിൽ മാറ്റമില്ലെങ്കിലും ശബരിമലയിൽ സർക്കാരിനൊപ്പമെന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരുടെ അഭിപ്രായം. സർക്കാരുമായി യോജിപ്പിൽ പോകുന്ന SNDP യോഗത്തിന് പിന്നാലെ NSSും ഇടത്തേക്ക് ചായുന്നത് UDFിനെ ആശങ്കയിലാക്കുന്നുണ്ട്. NSS നിലപാടിനെ പിന്തുണച്ച് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തിയതോടെ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ഇടതുപക്ഷത്തിന് പ്രധാന സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കാനായെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതിനിടെ BJP നേതാവ് V മുരളീധരൻ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. BJPയോട് പിണക്കമില്ലെന്നും ഇണക്കവും പിണക്കവും വിഷയാധിഷ്ഠിതം മാത്രമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എനിക്ക് ഇണക്കവും പിണക്കവും പ്രശ്നാധിഷ്ഠിതം, ആഗോള അയ്യപ്പ സംഗമത്തിനു ശേഷം NSSും SNDP യോഗവും സ്വീകരിച്ച ഇടത് അനുകൂല നിലപാട് ബാധിക്കില്ലെന്നാണ് BJP വിലയിരുത്തൽ. NSSനും SNDPക്കും ശബരിമല വിഷയത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും BJP പ്രതികരിച്ചു. ഇതിനിടെ സുകുമാരൻ നായർക്കെതിരെ കൂടുതൽ സ്ഥലങ്ങളിൽ പ്രതിഷേധ ബാനറുകൾ ഉയരുന്നുണ്ട്. ആചാര സംരക്ഷണത്തിൽ നിന്ന് പിന്നോട്ടു പോയെന്ന സുകുമാരൻ നായരുടെ പ്രസ്താവന ശരിയല്ലെന്ന് പ്രതികരിച്ച് പന്തളം കൊട്ടാരവും രംഗത്ത് വന്നു. സമദൂര നിലപാട് പറയുന്ന NSSന് എപ്പോഴും വലത് ചായ്വായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ NSSന്റെ രാഷ്ട്രീയ നിലപാട് കൂടുതൽ വ്യക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ ന്യൂസ്.